എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ കേരളത്തിൽ വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ റാഗിങ്ങിൻ്റെ പേരിൽ, സഹപാഠികളുടെ റാഗിങ്ങിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി കൂടി ബലിയാടായിരിക്കുകയാണ്. ഒറ്റപ്പാലം വരോട് സ്വദേശി രുദ്ര രാജേഷാണ് കഴിഞ്ഞ ദിവസം കല്ലേക്കാട് വ്യാസപീഠത്തിലെ ഹോസ്റ്റലിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം വിദ്യ നേടാൻ വേണ്ടി പോയിട്ട് മരണം കൈവരിക്കുക എന്ന് പറയുന്നത് വളരെയേറെ ദുഃഖകരമാണ്. അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം, ഇത് കേൾക്കുന്ന നമ്മളെ പോലുള്ളവർക്കൊക്കെ ഒരുപാട് ദുഃഖമുണ്ട്. രുദ്ര എന്ന പെൺകുട്ടി ഈ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത്, അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്തത് അതേ സ്കൂളിൽ പഠിക്കുന്ന, വ്യാസപീഠത്തിൽ പഠിക്കുന്ന മുതിർന്ന കുട്ടികളിൽ നിന്നും ഏൽക്കേണ്ടി വന്ന റാഗിങ്ങിനെ തുടർന്നാണെന്നാണ് രുദ്രയുടെ മാതാപിതാക്കളുടെ പരാതി. തീർച്ചയായിട്ടും ഈ മരണത്തിന് ഉത്തരവാദിയായ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. കാരണം മുതിർന്ന സഹപാഠികൾ എന്ന് പറയുമ്പോൾ അവരൊക്കെ ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാരുടെ സ്ഥാനത്താണ്. അത് മറന്നുകൊണ്ട് പഠിക്കാൻ വരുന്ന ചെറിയ കുട്ടികളെ റാഗിങ്ങിന് ഇരയാക്കുക, മാനസികമായിട്ട് സമ്മർദ്ദമുണ്ടാക്കുക, ഒടുവിൽ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുക, ഇതൊക്കെ നമ്മുടെ സ്കൂളിലോ നമ്മുടെ സമൂഹത്തിലോ അനുവദിക്കാൻ പാടുള്ളതല്ല. കൂടാതെ ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയായ കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള അവകാശവും നിഷേധിക്കണം. വിദ്യയുടെ മൂല്യം എന്താണെന്ന് അവർ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ അവർ ചെയ്ത തെറ്റിന് എത്രത്തോളം വലുതാണെന്ന് അവർക്ക് മനസ്സിലാകൂ. ശരിക്കും മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസത്തിന് മൂല്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ മൂല്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് വ്യാസപീഠം. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക്, ആ സ്കൂളിലേക്ക്, ആ വിദ്യാലയത്തിലേക്ക് രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ചേർക്കുന്നതും അവിടെ ആ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നതും ആ ഹോസ്റ്റലിൽ നിർത്തുന്നതും. ബഹുജനം പലവിധമാണ്. എല്ലാവരുടെയും സ്വഭാവം ഒരേപോലെ ആവണമെന്നില്ല. ചില ആൾക്കാരുടെ സ്വഭാവം ഈ രീതിയിലായിരിക്കും. അത് വ്യാസപീഠ സ്കൂളിന് ഒരു കളങ്കമായി മാറിയിരിക്കുന്നു. വളരെ നല്ല നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന വ്യാസപീഠത്തിലെ വിദ്യാനികേതൻ പാഠ്യപദ്ധതി കക്ഷി രാഷ്ട്രീയമോ മതഭേദമോ കൂടാതെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ആ സ്കൂളിലേക്ക് കുട്ടികളെ രക്ഷിതാക്കൾ ചേർക്കുന്നത്, കുട്ടികളെ രക്ഷിതാക്കൾ പഠിക്കാൻ വേണ്ടി ചേർക്കുന്നത്. എന്ത് തന്നെയായാലും, എത്രയൊക്കെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ പുകഴ്ത്തി പറഞ്ഞാലും രുദ്ര എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ ഒന്നും സാധൂകരിച്ച് പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ രുദ്രയുടെ ഈ ആത്മഹത്യയിൽ നമ്മൾ എല്ലാവരും പ്രതിഷേധിക്കണം. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം വ്യാസ പോലുള്ള ഒരു വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനർത്ഥം നടക്കാൻ പാടില്ലായിരുന്നു. ഈ ഒരു ആത്മഹത്യയിൽ, അതായത് രുദ്രയുടെ ഈ ഒരു ആത്മഹത്യയെ തുടർന്ന് SFI വിദ്യാർത്ഥി സംഘടന വ്യാസപീഠത്തിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. SFI മാത്രമല്ല, KSUവും ABVPയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കണം. വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തേണ്ടതും പ്രതിഷേധിക്കേണ്ടതും ആർജവമുള്ള ഓരോ കുട്ടികളുടെയും കടമയാണ്. എന്നാൽ പ്രതിഷേധത്തിന്റെ മറവിൽ വ്യാസയിൽ സ്ഥാപിച്ച ഓംകാരം എന്ന ഹൈന്ദവ ബിംബം എന്തു ചെയ്തു നിങ്ങളെ? ഓംകാരം എന്ന ആ ഒരു പ്രണവ മന്ത്രത്തിന്റെ ബിംബം പിഴുതെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അത് ചവിട്ടി മതിക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് ആ സ്കൂളിനെതിരെ പ്രതിഷേധിക്കാം. ഈ ആത്മഹത്യക്ക് പ്രേരണയായ അല്ലെങ്കിൽ കാരണമായ കുട്ടികൾക്കെതിരെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം. സ്കൂളിന് നേരെയോ അധ്യാപകർക്ക് നേരെയോ പ്രതിഷേധിക്കാം. ഓംകാരത്തിന് നേരെ നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? ഓംകാരമാണോ അവിടെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണമായത്? സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആദ്യമായിട്ടാണ് ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നത്. ആണോ? രുദ്രയാണ് ആദ്യമായിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. രുദ്രയുടെ ഈ ആത്മഹത്യയെ ഞാൻ ലഘൂകരിക്കുകയോ സാധൂകരിക്കുകയോ ചെയ്യുന്നതല്ല. അത് നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഈ ക്യാമ്പസുകളിൽ ആദ്യമായിട്ടാണോ ഈ റാഗിങ്ങിന് ഇരയായിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്? ആണോ SFIക്കാരെ? ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ തന്നെ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനും അതുപോലെ തന്നെ അവരെ നേർവഴിക്ക് നടത്താനൊക്കെ സാധിക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൂടെ പഠിക്കുന്ന നിങ്ങളുടെ കൊടിയുടെ അതേ കളറുള്ള ചുവപ്പ് കൊടി പിടിച്ച് നടക്കുന്ന
കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയുടെ മാറിൽ കടന്നു പിടിച്ച്, എടി പൊലച്ച് നിനക്ക് തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? SFI എന്നാണ്. അതുപോലെ തന്നെ ദേശീയ ഗാനം കേട്ടാൽ എഴുന്നേറ്റ് നിൽക്കുകയല്ല വേണ്ടത്, ലൈംഗികതയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഇതേ വിദ്യാർത്ഥി സംഘടനയായ SFI ആണ്. അതുപോലെ SFIന്റെ മറ്റു കുൽസിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ തന്തക്ക് വിളിക്കുക, പ്രൊഫസറുടെ എന്താ പറയുക കുഴിമാടം തീർക്കുക, കസേര കത്തിക്കുക, ഭീഷണിപ്പെടുത്തുക, കാറ് കത്തിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരേ ഒരു പ്രസ്ഥാനം, ഒരേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SFI ആണ്. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് തിരുത്തുക, പരീക്ഷ എഴുതാതെ പരീക്ഷ ജയിക്കുക, PSC പോലുള്ള പരീക്ഷകളിൽ കോപ്പി അടിച്ച് റാങ്ക് ലിസ്റ്റ് നേടുക, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി നേടുക, ഇതൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പേര് SFI എന്നാണ്. അതുപോലെ തന്നെ RSSന്റെ പേരും പറഞ്ഞ് ഇന്ത്യയിലത്തെ ഓരോ ഹിന്ദുക്കൾക്കിട്ടും മുസ്ലിങ്ങൾ നന്നായി പണിയുന്നുണ്ട് എന്ന് പറഞ്ഞ അഭിമന്യുവിനെ അതേ കോളേജ് ക്യാമ്പസിൽ വെച്ച്, മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ വെച്ച് രാത്രിയിൽ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറക്കി കഠാര കൊണ്ട് കുത്തിക്കൊന്ന് മുസ്ലിം തീവ്രവാദികൾക്ക് നേരെ ഒരു ചെറുവിരൽ അണക്കാതെ, ഒന്ന് ശബ്ദിക്കുക പോലും ചെയ്യാതെ ചുവരന് വർഗീയതയുടെ തുളയുണ്ടാക്കാൻ വേണ്ടി പോയ വിദ്യാർത്ഥി സംഘടനയുടെ പേര് SFI എന്നാണ്. നിങ്ങൾ മറന്നുപോയോ SFIക്കാരെ? വയനാട്ടിൽ വെറ്റിനറി കോളേജിലത്തെ സംഭവം, ദിവസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ നൽകാതെ കൊടും പട്ടിണിയിലിട്ട് അടിച്ചും കുത്തിയും വലിച്ചും ഉരുട്ടിയുമൊക്കെ ഹോസ്റ്റൽ റൂമിലും അതുപോലെ തന്നെ കോളേജ് ഗ്രൗണ്ടിലൊക്കെ വലിച്ചിഴച്ച് ഒരുത്തനെ കൊന്നത് നിങ്ങൾ ഓർമ്മയുണ്ടോ? കെട്ടിത്തൂക്കിയത് ഓർമ്മയുണ്ടോ? സിദ്ധാർത്ഥനെ അതിക്രൂരമായിട്ട് കൊന്ന വിദ്യാർത്ഥി സംഘടനയുടെ പേര് SFI എന്നാണ്. ഈ നിങ്ങളാണ് രുദ്രയുടെ ആത്മഹത്യയുടെ പേരും പറഞ്ഞിട്ട് അവിടെ ഉള്ള ആ ഗേറ്റിലുള്ള ഓങ്കാരം എടുത്തിട്ട് ചവിട്ടി കുരുട്ടുന്നത്. നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, അത് നിങ്ങളുടെ അവകാശമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് നിങ്ങളുടെ അവകാശമാണ് എന്ന് കരുതി ഓംകാരം എന്ത് പഴിച്ചു? ഹൈന്ദവ വിശ്വാസമാണോ നിങ്ങൾക്ക് പ്രശ്നമാകുന്നത്? അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ദൈവങ്ങളാണോ നിങ്ങൾക്ക് പ്രശ്നമാകുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ SFIക്കാരുടെ പ്രശ്നം എന്താണ്? രുദ്രയുടെ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. നല്ലൊരു കുഞ്ഞാണ്, നല്ലൊരു പെൺകുട്ടിയാണ്, അവൾ പഠിച്ച് ഉയർച്ചയിലെത്തേണ്ട ഒരു പെൺകുട്ടിയാണ്. അവളാണ് പാതി വഴിയിൽ ആത്മഹത്യ ചെയ്ത് മടങ്ങിപ്പോയത്. വിഷമമുണ്ട്, ഇത്ര നല്ല കുട്ടി പഠിക്കാണ്ട് വന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നൊരു ഗതികേട്, അത് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ എന്ന് കരുതി രുദ്രയുടെ ആത്മഹത്യയുടെ മറവിൽ ഹിന്ദുക്കളുടെ ആരാധന ബിംബമായ പ്രണവമന്ത്രമായ ഓംകാരം വലിച്ചു പറിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ചവിട്ടി മെതിക്കുകയാണ്. അതെന്തിനാണെന്നാണ് എനിക്കറിയാത്തത്. നോക്ക്, നിങ്ങൾ പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. ഓങ്കാരം എടുത്ത് ചവിട്ടി മെതിച്ച് SFIക്കാരോട് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ SFI ഉണ്ടാകുന്നതിന് മുന്നേ, നിങ്ങൾ ഈ നേതാക്കൾ ഉണ്ടാകുന്നതിന് മുന്നേ, അതുപോലെ തന്നെ നിങ്ങളുടെ മാതൃസംഘടനയായ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഭാരതത്തിൽ ഓങ്കാര ശബ്ദം മുഴങ്ങിയിരുന്നു. അത് ആ വ്യാസയുടെ ഗേറ്റിൽ നിന്ന് പറിച്ചെടുത്ത് നിങ്ങൾ കാൽ ചുവട്ടിൽ വെച്ച് ചവിട്ടി അരച്ചാൽ അങ്ങ് തീർന്നു പോകുന്നതല്ല. ദേശീയ ഗാനം കേട്ടാൽ ലൈംഗികത ചെയ്യാൻ തോന്നുന്ന, സരസ്വതി ദേവിയുടെ നഗ്ന ചിത്രം വരച്ച് സ്വയം സ്ഖലനം ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ ഓങ്കാരം കാണുമ്പോൾ വിളറി പിടിക്കും. അത് നമുക്കൊക്കെ നന്നായിട്ടറിയാം. എങ്കിലും പറയാണ് SFIക്കാരെ, നിങ്ങളുടെ ഈ സംഘടന എന്നും ഹിന്ദുത്വത്തെ അപമാനിച്ചിട്ടേ ഉള്ളൂ, അവഹേളിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തിച്ച ഒരു പാർട്ടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരുടെ വിദ്യാർത്ഥി സംഘടന SFI ഒക്കെ അവരുടെ നില എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ അവർ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഭാരതത്തിൽ ഇന്ന് കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസവും അതുപോലെ തന്നെ SFI പോലുള്ള സംഘടനയൊക്കെ ഉള്ളത്. നീയൊക്കെ വിളിച്ചു പോകുന്ന ഹൈന്ദവതയ്ക്കെതിരെ വിളിച്ചു പോകുന്ന ശബ്ദത്തിൻ്റെ 1000 ഇരട്ടി ശക്തിയുണ്ട് ഓംകാരം എന്ന പ്രണവമന്ത്രത്തിന്. ഓർക്കുക, ഏതൊരു ശബ്ദവും ചെന്ന് അവസാനിക്കുന്നത് ഓംകാരത്തിൽ തന്നെയാവും. രുദ്രയുടെ പേരും പറഞ്ഞ്, രുദ്രയുടെ ആത്മഹത്യയുടെ പേര് ഓംകാരം എടുത്ത് ചവിട്ടി മെതിച്ച് ആർമാദിക്കുമ്പോൾ നിങ്ങൾക്ക് തൽക്കാലം ജിഹാദികളെ, സൂഡാപ്പികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ അതിന് അധികം ആയുസ്സുണ്ടാവില്ല.
നാശം എന്നത് സ്വയം സമർപ്പിതമാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ജീവിതത്തിലും. അതായിരിക്കും അവസാനത്തെ ഫലം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും. ബൈ.